നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനവിടെ പോകാമെന്നറിയാമോ? ഞാനേ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണേ. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കാണിക്കാം. സൂപ്പർ മാർക്കറ്റിൻ്റെ രീതി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം പോരെ. ഈ ന്യൂസിലൻഡിൽ വില കൂടി എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തൊക്കെയാണ് വില കൂടിയിരിക്കുന്നത്, എന്തൊക്കെയാണ് മാത്രമാണ് ഇതിന് വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണിത്. ഇനി ഇതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി നമ്മൾ അതിൻ്റേതായ സാധനങ്ങൾ വെക്കുകയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ. അത് കഴിഞ്ഞ് ഇന്നത്തെ കുക്കിങ്ങും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്താണ് ഞാനിത് ചെയ്തത് കേട്ടോ. ഇപ്പം ന്യൂസിലൻഡിൽ സാധനങ്ങൾക്ക് ഇൻഫ്ലേഷനാണ്, സാധനങ്ങൾക്ക് വില കൂടി എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യവും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം സാധനങ്ങളുടെ വില എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ടെന്ന്, ഇത്രയും സാധനങ്ങളാണ് ഞാനിന്ന് വാങ്ങിച്ചത്, അതിന് എത്രയായി എന്നും കൂടെ ഞാൻ പറയാം കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിലയുടെ നിലവാരം എന്ന് പറഞ്ഞെങ്കിൽ കാണിക്കാം. അപ്പം ഇത് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ഒരാഴ്ചത്തേക്ക് മിക്കവാറും ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇവിടെ ഞങ്ങൾ 5 പേരാണ്, 5 പേർക്കുള്ള കാര്യങ്ങൾ ഓടും. അപ്പോൾ ഇതാണ് എന്നത്. ഞാൻ സാധാരണ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഞാൻ വീക്ക് ഡേയ്സിൽ ഒരു ദിവസം പോയി വൈകുന്നേരം പോയി വാങ്ങിക്കും, ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക്. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ നിന്നൊക്കെ ഷോപ്പിംഗ് നടത്തേണ്ടി വരും. ഇത് നമ്മുടെ സാധാരണ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് നടത്തിയിരിക്കുന്ന ഷോപ്പിംഗ് ആണ് കേട്ടോ. ഇതിലാണെങ്കിലും ഇപ്പോൾ ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. ഒരിടത്തും പ്ലാസ്റ്റിക് കവറുകൾ അലൗഡല്ല. നമ്മൾ കൊണ്ടുപോരണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ഷോപ്പിംഗ് ബാഗുകൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോരുന്നതും എല്ലാം ഇതുപോലെ പേപ്പർ കവറുകളിലാണ് കേട്ടോ. ഞാൻ കുറച്ച് പേപ്പർ കവറൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വെച്ചിട്ട് നല്ല പേപ്പർ കവറൊക്കെ വെച്ചിട്ട് അതിനെ തിരിച്ചു കൊണ്ട് അതിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് വരും. നമുക്ക് ആവശ്യമില്ലാത്ത പേപ്പർ കവർ ആണെങ്കിലും വെറുതെ കൊണ്ടുവന്ന് കളയേണ്ടല്ലോ നിർത്തും. അപ്പോൾ ഇതെല്ലാം യൂസ്ഡ് പേപ്പർ കവർ ആയിരുന്നു കേട്ടോ. അതാ ഇത്രയും ക്രഷ്ടായിട്ടിരിക്കുന്നത്. ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിക്കും. ഇതെല്ലാം ഇനി ഇത് കഴുകിയാണ് എടുത്ത് വയ്ക്കുന്നത്. ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴേ ഇതെല്ലാം ഇങ്ങനെ പലരും ടച്ച് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് കഴുകി, അതുപോലെ തന്നെ നമ്മുടെ സവോളയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ആഴ്ചത്തെ ഉപയോഗിക്കാനുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും. അല്ല നമുക്ക് കുറച്ചും കൂടെ ദിവസം ഇരിക്കും എന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രീസറിൽ വയ്ക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. നമുക്ക് കിട്ടുന്ന ഫ്രീ റേഞ്ച് എഗ്സാണ്, അതുകൊണ്ട് തന്നെ എഗ്ഗിന് നല്ല വിലയാണ്. ഇത് എനിക്ക് തോന്നുന്നത് സൈസ് 6 എഗ്ഗാന്ന് തോന്നുന്നു, ചെറിയ എഗ്ഗുകളാണ്. ഇത് 18 എഗ്ഗിന് $13 ഇന്ന് കുറച്ച് വില കുറവുണ്ട്. 14-15 ഡിഗ്രി വെക്കണമെന്നല്ലേ പറയുന്നത്. ഞാനിവിടെ സാധാരണ ഇവിടെ എപ്പോഴും പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത്, ഒരിക്കലും ഫ്രിഡ്ജ് വെക്കാറില്ല. പിന്നെ നമുക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഒന്ന് കഴുകി അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതുപോലെ തൊലി കളഞ്ഞ് വെച്ചാൽ കുഴപ്പമില്ലാത്ത പച്ചക്കറികളൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വയ്ക്കും. അല്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് കഴുകി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ കായ, നമ്മൾ കറി വയ്ക്കുന്ന കായ വാങ്ങിച്ചു. പിന്നെ ഇത് ഗ്രീൻ ബീൻസ് നമുക്ക് തോരൻ വയ്ക്കാനാണെങ്കിൽ ചെറുതായിട്ട് തോരൻ വയ്ക്കാനും പറ്റും കേട്ടോ. നമ്മുടെ ഫ്രോസൺ ആകുമ്പോൾ നമുക്കിത് 700 ഗ്രാമിന് $3.59 അങ്ങനെ എങ്ങാണ്ടാണേ. നമ്മൾ ഫ്രഷ് 1 കിലോ വാങ്ങിക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിന് ഒരു $15 അതുകൊണ്ട് നമുക്ക് ബീൻസ് ഫ്രോസൺ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവക്കാഡോ എന്ന് പറഞ്ഞെങ്കിൽ. ഇന്ന് അവക്കാഡോയ്ക്ക് ഇതിന് വില കുറവായിരുന്നു. താനും 5 അവക്കാഡോയ്ക്ക് $5 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവക്കാഡോ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒണിയന എപ്പോഴും വേണ്ട കാര്യമാണല്ലോ, ഒണിയൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് സവോള കേട്ടോ. ഇനി ഗ്രേപ്സ്, ഇത് ബ്ലാക്ക് ഗ്രേപ്സ്, സീഡ്ലെസ് ഗ്രേപ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞെങ്കിൽ 500 ഗ്രാമിന് എനിക്ക് $10 ആയിരുന്നു. ഈ ടൊമാറ്റോ 3 വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിന് 1 കിലോയ്ക്ക് $12 ആയിരുന്നു. ഇനി വാങ്ങിച്ചത് ബീട്രൂട്ട്. ഇത് ബീട്രൂട്ട് ഞാൻ 1 വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു തോരൻ വയ്ക്കാൻ മാത്രം മതിയല്ലോ. ഇതിന് എനിക്ക് കിലോയ്ക്ക് 4 ആയിരുന്നെന്ന് തോന്നുന്നു. ഇതെല്ലാം നമുക്ക് തൊലി കളഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ വാങ്ങിച്ചിരിക്കുന്ന ഗ്രീൻ കിവി ഫ്രൂട്ടിന് 1 കിലോയ്ക്ക് $2.49 ആയിരുന്നു. അതേസമയം യെല്ലോ കിവി ഫ്രൂട്ടിന് 1 കിലോയ്ക്ക് $6.99 ആയിരുന്നു. അപ്പോൾ ഞാൻ ഗ്രീൻ കിവി ഫ്രൂട്ടാണ് അതുകൊണ്ട് വാങ്ങിച്ചത്. മഷ്റൂംസ് നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ വറുത്തരച്ച് കറി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് മഷ്റൂംസ് ഉപയോഗിക്കാൻ പറ്റും. കണി ഉണ്ടാക്കാമെന്ന് ഓർത്ത് ചങ്കി ബീഫാണ് മേടിച്ചത്. അതായത് ബീഫ് ബ്രിസ്ക്കറ്റാണ് മേടിച്ചത്. ഇച്ചിരി കുറച്ച് നെയ്യൊക്കെ ഉള്ളത് വാങ്ങിച്ചു. സാധാരണ നെയ്യൊക്കെ ഉള്ളത് വാങ്ങിക്കുന്നത് ഇതുപോലെ കപ്പയ്ക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് മിക്കവാറും നെയ്യൊക്കെ ഉള്ള സാധനം വാങ്ങിക്കുന്നത് കേട്ടോ. പോർക്ക് ബെല്ലി നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കറി വയ്ക്കാൻ പറ്റുന്നത്. ഞാൻ മേടിക്കുന്നത് പോർക്ക് ബെല്ലിയാണ് സാധാരണ വാങ്ങിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒലത്താൻ വേണ്ടിയൊക്കെ വാങ്ങിക്കുന്നത്.
ഇനി ബീൻസും വാങ്ങിച്ചു. ബീഫ് ബീൻസിന് തന്നെ കിലോയ്ക്ക് $18 ഇത് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് സ്പഗറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്പഗറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഷോപ്പിങ്ങിന് പോകുമ്പോഴേ മനസ്സിലൊരു ഒരാഴ്ച എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മനസ്സിലൊരു കണക്ക് കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനാവശ്യമുള്ള കാര്യങ്ങളാണ് ഒരാഴ്ച മേടിച്ചിട്ട് വരുന്നത്. ഇനി ഗാർലിക് ബ്രെഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉപയോഗിക്കും. ചിലപ്പം നമ്മൾ ഡിന്നറിൻ്റെ സമയത്തും ഗാർലിക് ബ്രെഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇത് ഒരു ദിവസത്തേക്ക് ഗാർലിക് ബ്രെഡ് ആക്കാൻ നോക്കും. പഴം ഇവിടെ എന്നും ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നും രാവിലെ തന്നെ മനീഷ് കഴിക്കും. അല്ല എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് സ്മൂത്തി ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് പഴം എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് റാഡിഷ് തോരൻ വയ്ക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് റാഡിഷ് വാങ്ങിച്ചത്. റാഡിഷിന് ഇപ്പോൾ വില കുറവാണ്. താനും നന്നായിട്ട് വലിയ കാലറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ നല്ല ഒരു തോരൻ വയ്ക്കാനുള്ള ഒരു കാര്യമാണ്. നല്ല ഒരു കാര്യമാണല്ലോ. അപ്പോൾ റാഡിഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വാങ്ങിച്ചത് ബീൻസാണ് കേട്ടോ. കോഫി ബീൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും നമുക്ക് പിള്ളേർ ആണെങ്കിൽ കോഫി കുടിക്കുന്ന ആൾക്കാരാണ്. അവർ സാധാരണ കോഫി ഗ്രൈൻഡ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കോഫി ബീൻസ് വാങ്ങിച്ചിരിക്കുന്നത്. കോഫി ബീൻസ് ഇത് 700 ഗ്രാമിന് $26. കോഫി ബീൻസിനൊക്കെ പലതിനും പല വിലയുള്ളതുണ്ട്. ഞാനിതാണ് ഈ ആഴ്ച വാങ്ങിച്ചത് ഈ കമ്പനിയുടെയാണ് കേട്ടോ. ഇതിന് കാർ ജോസോ ഈ കമ്പനിയുടെയാണ്. ഇനി കുറച്ച് ബിസ്ക്കറ്റും സ്നാക്സും ഒക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി കുറച്ച് ബിസ്ക്കറ്റും സ്നാക്സും ഒക്കെ വാങ്ങിച്ചു. ഒരു പാക്കറ്റ് മെലോന വാങ്ങിച്ചു. അത് ഇതാണ് ഐസ് ബ്ലോക്കാണ്. നല്ല രുചിയുള്ള ഐസ് ബ്ലോക്കാണ് കേട്ടോ. നല്ല മാങ്കോടെയാണിത്. ടൊമാറ്റോ പ്യൂരി വാങ്ങിച്ചു. അതുപോലെ തന്നെ ടൊമാറ്റോയുടെ ഇത് വാങ്ങിച്ചു. ടൊമാറ്റോ ക്യാനും വാങ്ങിച്ചു. നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നല്ലതാണ്. ഇതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ടൊമാറ്റോക്ക് ഞാൻ പറഞ്ഞില്ല ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഈ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ടൊമാറ്റോയ്ക്ക് ഭയങ്കര വിലയാണ്. അപ്പം ഇങ്ങനെ വയ്ക്കുക. അല്ലെങ്കിൽ സമ്മറിൽ ഞാൻ കുറേ എടുത്ത് ഫ്രീസ് ചെയ്ത് വയ്ക്കും. അതുപോലെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഫ്രഷ് വാങ്ങിക്കുന്നത്. നമുക്ക് ഫ്രഷിന് വേണ്ടി സാലഡിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെങ്കിലേ. ഇനി വാങ്ങിച്ചിരിക്കുന്നത് ബീട്രൂട്ട് സ്ലൈസ്ഡ് ബീട്രൂട്ടാണ്. നല്ല കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലുമൊക്കെ ഞാൻ കാണിക്കാം അടുത്ത പ്രാവശ്യം സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ബീട്രൂട്ട് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞെങ്കിൽ. ഇനി വാങ്ങിച്ചത് കോക്കനട്ട് ക്രീമും കോക്കനട്ട് മിൽക്കും ഒക്കെ. എപ്പോഴും ഇതൊക്കെ ഈ ക്യാനിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വാങ്ങിച്ചങ്ങ് ശേഖരിച്ച് വെച്ചിരിക്കും. സെയിലുള്ള സമയത്ത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴാണെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഈസ്റ്റ് തീർന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈസ്റ്റ് വാങ്ങിച്ചു. ഇനി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ മിൽക്ക് വാങ്ങിച്ചു. മിൽക്ക് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ. കാപ്പിക്കോ ചായക്കോ ഒക്കെ മിൽക്ക് വേണം. ഇനി ഒരു പ്രാവശ്യം കൂടെ മിൽക്ക് വാങ്ങിക്കേണ്ട വരും. എന്നാലും ഒരു ബോട്ടിൽ ഇപ്രാവശ്യം വാങ്ങിച്ചുള്ളൂ. ഇനി ഞാൻ ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ സാലഡിനും കാര്യങ്ങൾക്കുമൊക്കെ ഒലിവ് ഓയിൽ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ കേരള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും. അതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ടി മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ഇത് വേണമല്ലോ, നമ്മുടെ ബ്രെഡ് വേണമല്ലോ. കൺട്രി ഗ്രെയിൻസിൻ്റെ ബ്രെഡാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത്. പല ബ്രെഡുകൾ വാങ്ങിക്കാറുണ്ട്. ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് കൺട്രി ഗ്രെയിൻസിൻ്റെയാണ്. സാധാരണ വാങ്ങിക്കുന്നത് ഈ പ്ലവ്മാൻസ് ബേക്കറിയുടെ ബ്രെഡാണ് കേട്ടോ. മിക്കവാറും ഞാൻ ഉപയോഗിക്കാൻ നോക്കുന്നത്. ചിലപ്പോൾ ഞാൻ ടിപ്പ് ടോപ്പിൻ്റെ വാങ്ങിക്കാറുണ്ട്. സിമ്പിളായിട്ടുള്ള ബ്രെഡ് വാങ്ങിക്കാറുണ്ട്. സിമ്പിൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ടിപ്പ് ടോപ്പിൻ്റെ ബ്രെഡ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വാങ്ങിച്ചത് നമ്മുടെ സാൽമൺ ഫിഷാണ്. സാൽമൺ ഫിഷിൻ്റെ വിലയെന്ന് പറഞ്ഞെങ്കിൽ 1 കിലോയ്ക്ക് ഇവിടെ എത്രയാണ് വില എഴുതിയിരിക്കുന്നത്? $46 കേട്ടോ 1 കിലോയ്ക്ക് വില. ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഇത് ഒരു ദിവസം സാൽമൺ ഫിഷ് കറി വയ്ക്കാൻ നോക്കും. വാങ്ങിച്ചത് ചിക്കൻ ബ്രസ്റ്റ് സ്കിൻലെസ് ആൻഡ് ബോൺലെസ്. അപ്പം ചിക്കൻ ബ്രസ്റ്റിൻ്റെ വിലയെന്ന് പറഞ്ഞെങ്കിൽ കിലോയ്ക്ക് ഇവിടെ ഇട്ടിരിക്കുന്നത് 800 ഗ്രാമാണിത്. ഇതിന് $11 കിലോയ്ക്ക് 13.49 ഇതിൻ്റെ കിലോയ്ക്ക് വിലയെന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ ഇതാണ് ചിക്കൻ ബ്രസ്റ്റ്. ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ മസിൽസാണ്, ലൈവ് മസിൽസാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് കൊറമാണ്ടൽ മസിൽ. ഇത് കൊറമാണ്ടൽ എന്ന് പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഓരോന്നും. ഇതാണ് ഈ ആഴ്ചയിലെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞെങ്കിൽ. ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ ഞാനിവിടെ വാങ്ങിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ആഴ്ചത്തെ എൻ്റെ ഷോപ്പിങ്ങിൻ്റെ ബില്ലും കൂടെ കാണിക്കാം കേട്ടോ. $249.42 ഇത്. അപ്പോൾ ഈ ആഴ്ചത്തെ ഇതിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ബില്ലാണിത്. $249.42 ആയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾക്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻഫ്ലേഷൻ്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത് ഒരു വർഷം മുമ്പിലാണെങ്കിൽ എനിക്ക് തോന്നുന്ന നമുക്കൊരു $180 കിട്ടുമായിരുന്നായിരിക്കണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വില കൂടിപ്പോയിട്ടുണ്ട്. ഉപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പ് പറഞ്ഞ് കഴുകിയും ഒഴിച്ചേക്കാൻ നോക്കും. ഇത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടാണ് കഴുകി വയ്ക്കുന്നത്. അടുത്ത് നമ്മുടെ ടൊമാറ്റോ കഴുകുക.
ക്യാരറ്റൊക്കെ ഞാൻ ചിലരൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കും കേട്ടോ. ഞാൻ ഒരിക്കലും തൊലിയൊന്നും കളഞ്ഞ് വെക്കാറില്ല. തൊലി എടുക്കുന്ന സമയത്ത് തൊലി കളയാറുള്ളൂ. ഇവിടെ മഷ്റൂം ഞാൻ നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു, അതായത് നമ്മുടെ പുറത്തെ ആ തൊലി ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് കളയുമല്ലോ നമ്മൾ. അങ്ങനെയെല്ലാം എടുത്ത് കളഞ്ഞതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം എടുത്ത് കളഞ്ഞ് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ കഴുകി അങ്ങ് വെക്കുവാണെങ്കിൽ കറി വയ്ക്കാൻ നേരത്തെ എളുപ്പമുണ്ട്. അല്ലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്ത് എടുക്കാൻ സമയത്തോ ഒക്കെ നമുക്ക് എളുപ്പമുണ്ട്. ഇതെല്ലാം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി എല്ലാം റെഡിയാക്കി ഇത് കൂടെ കാണിക്കാം. ഉള്ളിയെല്ലാം പൊളിച്ച് റെഡിയാക്കി ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം എല്ലാം റെഡിയാക്കി ഇത് 2 സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കറി വയ്ക്കാനും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനും. തക്കാളി എല്ലാം നന്നായി കഴുകി റെഡിയാക്കി. അതുപോലെ തന്നെ റാഡിഷ് കറി വയ്ക്കാൻ വേണ്ടി തോരൻ വയ്ക്കാൻ വേണ്ടി ഇതുപോലെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബീട്രൂട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തോരൻ വയ്ക്കാൻ നേരത്തെ സമയത്ത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാമല്ലോ. ഇത് ഗ്രേപ്സ് എല്ലാം നന്നായിട്ട് കഴുകി റെഡിയാക്കി. അതുപോലെ തന്നെ നമ്മുടെ പോത്തിറച്ചി നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം വേവിച്ച് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ഞാനിത് വേവിച്ചിട്ടങ്ങ് വയ്ക്കും. ഇനി അടുത്തായിട്ടുള്ളത് നമ്മുടെ സാൽമണും എല്ലാം നന്നായിട്ട് കഴുകി റെഡിയാക്കി ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രീസറിലേക്ക് വെക്കുവാണ്. ഇനി കറി വയ്ക്കുന്ന ദിവസം പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ അത് റെഡി ആയിട്ടിരുന്നോളും. നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് കഴുകിയായിരുന്നു. ഇത് കഴുകി ഉണങ്ങിയെടുത്താണ്. ഇത് നമ്മളിതൊരു തുണിയുടെ ബാഗിലേക്കാണ് ഇട്ട് വയ്ക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കായും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരുമിച്ചൊക്കെ രണ്ടും കഴുകി റെഡിയാക്കിയതല്ലേ.